ഇത്തവണ ഞാൻ വിശ്വസിക്കുന്നത് എവിടെയോ ഭരണകക്ഷിക്ക് അവരുടെ ഫ്ലോർ മാനേജ്മെൻറ്റിൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. സാമാന്യ ബുദ്ധിക്കറിയാം DMK ഇതിനെ പിന്തുണയ്ക്കില്ല, TMC പിന്തുണയ്ക്കില്ല. ഭരണകക്ഷിയുമായിട്ട് ഡൽഹിയിൽ കൂട്ടുകൂടി എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ അവർക്ക് വഴി നടക്കാൻ സമ്മതിക്കില്ല. ഇതുപോലെ മമതയും ഡൽഹിയിൽ നിങ്ങൾ കൂട്ടല്ലേ, നിങ്ങൾ ഒരുമിച്ച് ബില്ല് പാസ്സാക്കിയവരല്ലേ എന്നൊക്കെ പറയും. അതുകൊണ്ട് അവരത് ചെയ്യില്ല. ചെയ്യാൻ സാധ്യതയുള്ളത് ആരാ? സമാജ്വാദി പാർട്ടിയും രാഷ്ട്രീയ ജനതാദൾ RJD ഇവർക്ക് ചെയ്യാം. കാരണം നമ്പർ ഓഫ് സീറ്റ്സ് കൂടുന്നുണ്ട്. UP 80-ൽ നിന്ന് 120-ലേക്ക് കൂടുന്നു. ഈ 120-ൽ കുറച്ച് പെണ്ണുങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. ഇതൊന്നും RJDക്കും സമാജ്വാദി പാർട്ടിക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. എന്നാലും അവരാലോചിക്കും, കുറച്ച് സീറ്റ് 3-1 സീറ്റ് പെണ്ണുങ്ങൾക്ക് പോകും, എന്നാലും നമ്മളെ മറ്റേ കക്ഷികളെയൊക്കെ ജയിപ്പിച്ചെടുക്കരുതോ. കുറേ പേർ കൂടെ എല്ലാ പാർട്ടിയിലും സ്ഥാനാർത്ഥിയാകാൻ ആൾക്കാർ ഇങ്ങനെ തിങ്ങി നിൽക്കുകയല്ലേ, BJPയിലടക്കം. അപ്പോൾ 10 സീറ്റ് കൂടുതലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടാണ് 10 പേരകത്തേക്ക് ചാടിക്കയറും, എല്ലാവർക്കും ആശ്വാസമാകും. അപ്പോൾ ഇത് സ്റ്റാലിനും അറിയാം, മമതയ്ക്കും അറിയാം. പക്ഷേ തെരഞ്ഞെടുപ്പായതുകൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. സമാജ്വാദി പാർട്ടിക്കും RJDക്കും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവർ ഇറങ്ങിപ്പോയാലെങ്കിലും ഒരു വഴക്കുണ്ടാക്കിയിട്ട് വാക്കൗട്ട് നടത്തി കഴിഞ്ഞാൽ അപ്പോഴും ഈ ഇരിക്കുന്ന വോട്ടിംഗ് അതിൽ 3-2 കിട്ടിയാൽ മതി. അപ്പോഴും ചിലപ്പോൾ ബില്ല് പാസ്സായിപ്പോയി. ഇതിനിടയ്ക്ക് എവിടെയോ ഫ്ലോർ മാനേജ്മെൻറ്റിൽ പ്രശ്നം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ബില്ല് പോയത്.